എല്ലാവർക്കും നമസ്കാരം. കയ്യിൽ പണം നിൽക്കാത്ത 5 നക്ഷത്രക്കാർ, ഇവരെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആ നക്ഷത്രക്കാർ എന്ന് പറയുന്നത് ഭരണി, അത്തം, ചോതി, ഉത്രാടം, രേവതി. അപ്പോൾ നമുക്കിതൊന്ന് നോക്കാം. ഇതിങ്ങനെ ഷോർട്സിലുള്ള പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആരുടെ കയ്യിലാണ് പണം നിൽക്കാത്തതെന്ന് നമുക്ക് ഗ്രഹനില വെച്ച് നോക്കുന്നൊരു കണക്കുകളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഗ്രഹനിലയിൽ നമ്മൾ നോക്കുന്നത് അഷ്ടവർഗം വെച്ചാണ്. അഷ്ടവർഗം ഇത് പൊതുവെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അതൊരു അഷ്ടവർഗം എന്ന് പറഞ്ഞാൽ അതിനെ പറ്റിയുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തുതരാം. അഷ്ടവർഗം പറഞ്ഞാൽ എന്താണെന്ന്. അപ്പോൾ ഈ അഷ്ടവർഗത്തിൽ ഓരോ രാശിയിലും ഇത്ര അഷ്ടവർഗം ഉണ്ടാവും. അപ്പോൾ ആ അഷ്ടവർഗ സംഖ്യ വെച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ ചിന്തിക്കുക. അപ്പോൾ 10ാം ഭാവത്തിൽ ഉള്ള അഷ്ടവർഗത്തേക്കാൾ കൂടുതലായിരിക്കണം 11. 11 കുറവായിരിക്കണം 12. 12 കുറവായിരിക്കണം 6. ഇങ്ങനെ വരുന്നവരുടെ കയ്യിലാണ് പണം ഉണ്ടാവുള്ളൂ. ഇത് നേരെ തിരിച്ചാണെങ്കിൽ പണം ഉണ്ടാവില്ല. അതിനെപ്പറ്റി ഞാൻ വിശദമായി പറഞ്ഞുതരാം. 10ാം ഭാവം എന്ന് പറഞ്ഞാൽ കർമ്മസ്ഥാനമാണ്. അപ്പം അതിൽ അഷ്ടവർഗം കൂടുതലുണ്ടായാൽ നമുക്ക് കർമ്മഗുണങ്ങളൊക്കെ നല്ല ഉണ്ടാവും. 11ാം ഭാവം എന്ന് പറഞ്ഞാൽ ലാഭസ്ഥാനമാണ്. അപ്പോൾ അതിൽ 10 കൂടുതൽ അഷ്ടവർഗം വേണം. എന്നാലല്ല നമ്മൾ അധ്വാനിക്കുന്ന പണം അവിടെ നിന്ന് ലാഭം കൂടുതൽ കിട്ടുള്ളൂ. അതിന് ബലം കൂടുതലുണ്ടായാലും ലാഭം കൂടുള്ളൂ, വരുമാനമൊക്കെ കൂടുള്ളൂ. 12ാം ഭാവം എന്ന് പറഞ്ഞാൽ ലയസ്ഥാനമാണ്. അതായത് ചിലവുകളാണ്, രോഗം, അത് ഇതൊക്കെ ആയിട്ട് തന്നെ. അവിടെ അഷ്ടവർഗം കൂടിക്കഴിഞ്ഞാൽ ഈ 10 11 ലാഭങ്ങളൊക്കെ ഈ 12ാം ഭാവത്തിൽ അഷ്ടവർഗം കൂടിയാൽ അതിലൂടെ പോകും. അപ്പം കയ്യിൽ പൈസ ഉണ്ടാവില്ല. 6ാം ഭാവം എന്ന് പറഞ്ഞാൽ ഇതിൽ അഷ്ടവർഗം കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ വരുന്ന സമ്പാദ്യം മുഴുവനും രോഗമായിട്ടും കള്ളന്മാർ കൊണ്ടുപോയിട്ടും കേസ് വഴക്ക് വെക്കണം, അങ്ങനെയൊക്കെ ആയിട്ടൊക്കെ നഷ്ടപ്പെട്ടങ്ങനെ പോകും. അപ്പോൾ അതിൽ അഷ്ടവർഗം പറ്റ കുറവായിരിക്കണം. അപ്പോൾ കയ്യിൽ പണം നിൽക്കാത്തവർ പറഞ്ഞാൽ 10 ഒരു 30 അഷ്ടവർഗം ഉള്ളൂന്നെങ്കിൽ 11 അതിൽ കുറവ്, 12 കൂടുതൽ, 6 കൂടുതൽ, അങ്ങനെ വരികയാണെങ്കിൽ കയ്യിലൊരു പൈസ നിൽക്കില്ല. അവർക്ക് ദുരിതങ്ങളും കടബാധ്യതകളും രോഗങ്ങളും ഒക്കെ ആയിട്ട് വരുമാനത്തെക്കാൾ ചിലവായിരിക്കും. അങ്ങനെയാണ് നമ്മൾ ഗ്രഹനില നോക്കിയിട്ട് അവരുടെ കയ്യിൽ പണം നിൽക്കാത്തവർ എന്നൊക്കെ പറയണേ അതിനെക്കുറിച്ച് പറയുള്ളൂ. അവർക്ക് ചിലവ് ഉണ്ടാവുമോ, സമ്പാദിക്കുമോ എന്നൊക്കെ. അപ്പോൾ അഷ്ടവർഗത്തെക്കുറിച്ചുള്ളൊരു വീഡിയോ വേണമെങ്കിൽ പിന്നെ കണക്ക് പ്രകാരം ചെയ്ത് വരച്ച് കാണിച്ചു തരാം. അത് നിങ്ങളെ സപ്പോർട്ട് വളരെ കുറവാണ്. അതുകൊണ്ടാണ് കൂടുതൽ വീഡിയോ ചെയ്യാനുള്ളൊരു താല്പര്യം കുറവ്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരം വീഡിയോ ആവശ്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.